എനിക്ക് എൻ്റെ അച്ഛനെ കാണണം സാറേ. മുഖം തുണി കൊണ്ട് മറച്ചേക്കുക, അതൊന്നും മാറ്റി എന്നെ കാണിക്ക് സാറേ. പ്രളയരക്ഷാ പ്രവർത്തനത്തിനിടെ സ്വന്തം ജീവൻ പോലും പണയപ്പെടുത്തി അപകടത്തിൽപ്പെട്ടവരെ രക്ഷിക്കുന്നതിന് വേണ്ടി ഓട്ടപ്പാച്ചിൽ നടത്തിയ രാജേഷ് ഇന്ന് നമുക്കൊപ്പമില്ല. ആ ജീവൻ പൊലിഞ്ഞു. അദ്ദേഹത്തിൻ്റെ മൃതശരീരം തിരുവനന്തപുരത്തെ വീട്ടിലെത്തിച്ചപ്പോൾ അവിടെ ഉയർന്നത് കൂട്ട നിലവിളിയാണ്. രാജേഷിന്റെ മക്കൾ കരഞ്ഞുകൊണ്ട് മുഖ്യമന്ത്രിക്ക് മുന്നിൽ നിന്ന് കരഞ്ഞുകൊണ്ട് പറഞ്ഞ വാക്കുകളാണ്, എൻ്റെ അച്ഛൻ്റെ മുഖം എന്നെ ഒന്ന് കാണിക്ക് സാറേ എന്ന്. തിരുവനന്തപുരത്തെ ആ വീട്ടിൽ ഹൃദയഭേദകമായ കാഴ്ചകളാണ് ഉണ്ടായത്. അലമുറയിട്ട് കരയുന്ന രാജേഷിന്റെ പിഞ്ചു മക്കളെ എങ്ങനെ ആശ്വസിപ്പിക്കണം എന്നറിയാതെ പൊട്ടിക്കരഞ്ഞുപോയി നാട്ടുകാരും ബന്ധുക്കളുമൊക്കെ. തനിക്ക് മുന്നിൽ നിന്ന് കരയുന്ന രാജേഷിന്റെ മകനെ ആശ്വസിപ്പിക്കാനാകാതെ ശബ്ദമിടറി മുഖ്യമന്ത്രി VD സതീശനും നിന്നു. നമുക്ക് ചുറ്റും എന്ത് മനുഷ്യന്മാരാണ്! സ്വന്തം ജീവൻ പോലും പണയപ്പെടുത്തിയാണ് രാജേഷ് മറ്റുള്ളവരെ രക്ഷിക്കുന്നതിനു വേണ്ടി ഇറങ്ങി പുറപ്പെട്ടത്. ഈ ദുരന്ത മുഖത്തും രാഷ്ട്രീയം കളിക്കുകയും തമ്മിൽ പോരടിക്കുകയും ചെയ്യുന്ന ഒരുപാട് മനുഷ്യരെ നമ്മൾ കാണുന്നുണ്ട്. അവരൊക്കെ രാജേഷിനെ പോലെ ഉള്ളവരെ ഒരു നേരമെങ്കിലും ഒന്ന് ഓർക്കണം. കാരണം അവർക്ക് ജാതിയോ മതമോ കൊടിയുടെ നിറമോ രാഷ്ട്രീയമോ ഒന്നുമില്ല. ഒരാളെ രക്ഷിക്കണം എന്നുള്ള ഒരു ചിന്തയുമായിട്ടാണ് അവർ രക്ഷാപ്രവർത്തനത്തിന് ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്നത്. ഇന്ന് ആ വീട്ടിൽ കൂട്ട നിലവിളി ഉയരുമ്പോൾ അവരുടെ ദുഃഖത്തിൽ പങ്കുചേരാം എന്നല്ലാതെ അവരുടെ നഷ്ടത്തിന് പരിഹാരം കാണാനോ രാജേഷിനെ തിരികെ കൊടുക്കാനോ നമുക്ക് കഴിയില്ല. നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഒന്നുണ്ട്, ആ കുടുംബത്തെ ചേർത്ത് പിടിക്കുക. കാരണം പ്രളയ രക്ഷാ പ്രവർത്തനത്തിന് വേണ്ടി ഇറങ്ങിയ രാജേഷിന്റെ കുടുംബമാണ് അത് നമ്മുടെ ഓരോരുത്തരുടെയും കുടുംബമാണ്. ആ കുടുംബത്തെ ചേർത്ത് പിടിക്കാൻ സർക്കാരിനും അവിടുത്തെ നാട്ടുകാർക്കും നമുക്ക് ഓരോരുത്തർക്കും കഴിയണം. വെള്ളം ഇറങ്ങിക്കഴിയുമ്പോൾ വീണ്ടും ചില മനുഷ്യർ വിഷം ചീറ്റും. പക്ഷേ അപ്പോഴും നമ്മൾ രാജേഷിനെ പോലെ ഉള്ളവരെയും അവരുടെ കുടുംബങ്ങളെയും മറന്നു പോകരുത്. ചേർത്ത് പിടിക്കുക തന്നെ ചെയ്യണം. അവരെ ചേർത്ത് പിടിക്കാതെ മാറ്റി നിർത്തിക്കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന ഏറ്റവും വലിയ നന്ദികേടായിട്ട് അത് മാറും. അന്തിമോപചാരം അർപ്പിക്കാൻ മുഖ്യമന്ത്രി VD സതീശൻ എത്തിയപ്പോഴും കൂട്ട നിലവിളികളായിരുന്നു. ആ നിലവിളികൾക്ക് മുന്നിൽ നിസ്സഹായനായി നിൽക്കാനേ മുഖ്യമന്ത്രിക്കും കഴിഞ്ഞുള്ളൂ. വാക്കുകൾ കിട്ടാതെ ആ മക്കളുടെ വേദനയ്ക്ക് മുന്നിൽ അദ്ദേഹം കണ്ണീരണിയുകയായിരുന്നു. അതായത് അദ്ദേഹത്തിൻ്റെയും കണ്ണ് നിറഞ്ഞു. കാരണം കണ്ടു നിൽക്കുന്ന ആരുടെയും നെഞ്ചു പൊട്ടിപ്പോകും അവിടെ ഉണ്ടായിരുന്ന ആ കാഴ്ചകൾ. മുഖ്യമന്ത്രി VD സതീശനും മന്ത്രിമാരും ജനപ്രതിനിധികളും അടക്കം നിരവധി പേരാണ് ധീരനായ ആ രക്ഷാപ്രവർത്തകന് അന്തിമോപചാരം അർപ്പിക്കാൻ കല്ലിയൂരിലെ വീട്ടിലേക്ക് എത്തിയത്. മറ്റുള്ളവരുടെ ജീവൻ രക്ഷിക്കുന്നതിനിടെ സ്വന്തം ജീവൻ ബലി കൊടുത്ത രാജേഷിന്റെ ഭൗതിക ശരീരം പൂർണ്ണ സംസ്ഥാന ബഹുമതികളോടെയായിരിക്കും സംസ്കരിക്കുക. രാജേഷിന്റെ പണി പൂർത്തിയാക്കാത്ത വീടിന്റെ നിർമ്മാണം സർക്കാർ ഏറ്റെടുത്ത് പൂർത്തിയാക്കുമെന്ന് മന്ത്രിസഭാ യോഗ തീരുമാനങ്ങൾ വിശദീകരിക്കവേ മുഖ്യമന്ത്രി മുൻപ് വ്യക്തമാക്കിയിരുന്നു. കണ്ണൂർ ചെറുപുഴ പഞ്ചായത്തിലെ മീൻതുള്ളി തുരുത്തിൽ രക്ഷാപ്രവർത്തനത്തിനിടെയാണ് തിരുവനന്തപുരം കല്ലിയൂർ കിഴക്കേ തെറ്റിവിള വീട്ടിൽ രാജേഷ് ഭവനിൽ രാജേഷ് ദുരന്തത്തിൽപ്പെട്ടത്. കർണാടക വനത്തിലെ മുന്താരിയിൽ നിന്ന് കാനംവയലിലൂടെ ഒഴുകി പുളിങ്ങോത്തെത്തുന്ന കാര്യങ്കോട് പുഴയിൽ ഇടവരമ്പ് കാനാപീടികയ്ക്ക് സമീപം കേച്ചേരി തുരുത്തിൽ നിന്നാണ് രാജേഷിന്റെ മൃതദേഹം കണ്ടെത്താനായത്. ചൊവ്വാഴ്ച പകൽ 12:45 ഈ ഭാഗത്ത് തെരച്ചിൽ നടത്തുന്ന റാഫ്റ്റേഴ്സ് സംഘമാണ് പുഴയ്ക്ക് നടുവിലെ തുരുത്തിൽ ഓടക്കാടുകൾക്കിടയിൽ മലർന്നു കിടക്കുന്ന നിലയിൽ രാജേഷിന്റെ മൃതദേഹം കണ്ടെത്തിയത്. തുടർന്ന് ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കിയ ശേഷമാണ് മൃതദേഹം തിരുവനന്തപുരത്തെ സ്വന്തം വീട്ടിൽ എത്തിച്ചത്. കഴിഞ്ഞ ശനിയാഴ്ച വൈകിട്ട് കർണാടക വനത്തിലും കൊഴിച്ചാൽ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിലും ഉണ്ടായ കനത്ത മഴയിലും ഉരുൾപൊട്ടലിലും കാര്യങ്കോട് പുഴയിൽ വലിയ തോതിൽ ജലനിരപ്പ് ഉയർന്നിരുന്നു. പുഴ കരകവിഞ്ഞൊഴുകിയതിനെ തുടർന്ന് തുരുത്തിൽ ഒറ്റപ്പെട്ടുപോയ ബെന്നി എന്ന കർഷകനെ രക്ഷിക്കാനാണ് രാജേഷും കൂട്ടുകാരും എത്തിയത്. നീന്തൽ പരിശീലകനായ രാജേഷും സുഹൃത്തുക്കളായ ഷിബിനും റാഫ്റ്റർ ജിതിനും ചേർന്ന് ജീവൻ പണയം വെച്ച് കരകവിഞ്ഞൊഴുകുന്ന പുഴ നീന്തിക്കടന്നാണ് ബെന്നിയെ രക്ഷിക്കാൻ തുരുത്തിലെത്തിയത്. എന്നാൽ തിരിച്ചു വരുന്നതിനിടെ രാജേഷ് തന്റെ കൈവശം ഉണ്ടായിരുന്ന ലൈഫ് ജാക്കറ്റ് കർഷകനായ ബെന്നിക്ക് ഊരി നൽകുകയായിരുന്നു. ലൈഫ് ജാക്കറ്റ് ഇല്ലാതെ തിരിച്ച് പുഴ കുറുകെ കടക്കവേ കനത്ത ഒഴുക്കിൽപ്പെട്ട് വടത്തിൽ നിന്നുള്ള പിടിവിട്ട് രാജേഷിനെ കാണാതാകുകയായിരുന്നു.
വെള്ളത്തിൽ കടുത്ത തണുപ്പിൽ ശരീരം കോച്ചി പിടിച്ചതാവാം അപകടത്തിന് കാരണമെന്നാണ് നിഗമനം. സ്വന്തം സുരക്ഷ നോക്കാതെ ലൈഫ് ജാക്കറ്റ് ഊരി നൽകിയ ആ ത്യാഗമാണ് ഒരു കർഷകന്റെ ജീവൻ രക്ഷിച്ചതും രാജേഷിന്റെ ജീവൻ എടുത്തതും. സാഹസികത എന്നും ഹരമായിരുന്ന രാജേഷ് മുൻപും നിരവധി ദുരന്ത മുഖങ്ങളിൽ സജീവമായി രംഗത്തുണ്ടായിരുന്ന ആളാണ്. വയനാട്ടിലടക്കം പ്രളയ രക്ഷാ പ്രവർത്തനത്തിന് മുന്നിൽ നിന്ന അനുഭവ സമ്പത്ത് അദ്ദേഹത്തിനുണ്ടായിരുന്നു. അഡ്വഞ്ചർ ആൻഡ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് ക്ലബ്ബായ ആഡംസ് ക്ലബിന്റെ പ്രസിഡന്റ് കൂടിയാണ് രാജേഷ്. കഴിഞ്ഞ 3 മാസമായി റപ്പലിംഗ് ഇൻസ്ട്രക്ടറായി ഇടവരമ്പിൽ ജോലി ചെയ്തു വരികയായിരുന്നു അദ്ദേഹം. കായിക രംഗത്തും സജീവമായിരുന്ന രാജേഷ് ത്രോബോളിൽ ദേശീയ ടീം അംഗം കൂടിയായിരുന്നു. ചെറുപ്പക്കാരുടെ ആവേശമായിരുന്ന രാജേഷിന്റെ അപ്രതീക്ഷിത വിയോഗം നാടിനെ ആകെ കണ്ണീരിലാഴ്ത്തിയിരിക്കുകയാണ്. നികത്താനാകാത്ത നഷ്ടമാണ് ഉണ്ടായിരിക്കുന്നതെന്ന് നാട്ടുകാർ പ്രതികരിച്ചു. 2 വർഷം മുൻപ് രാജേഷിന്റെ ഇളയ സഹോദരൻ രഞ്ജിത്ത് ട്രെയിനിൽ നിന്ന് വീണു മരിച്ചിരുന്നു. ആ വലിയ ദുരന്തത്തിന്റെ ആഘാതത്തിൽ നിന്ന് കുടുംബം കരകയറി വരുന്നതിനിടെയാണ് നാടിനെയാകെ കണ്ണീരിലാഴ്ത്തി അടുത്ത ദുരന്തവും എത്തിയത്. കല്ലിയൂർ കിഴക്കേ തെറ്റിവിള രാജേഷ് ഭവനിൽ രാജശേഖരന്റെയും ഗീതയുടെയും മകനാണ് രാജേഷ്. ഷാഫിയാണ് ഭാര്യ. ആർഷൻ, അഭിഷേക് എന്നീ 2 വിദ്യാർത്ഥികളായ മക്കളും ആശ എന്ന സഹോദരിയും അടങ്ങുന്നതാണ് രാജേഷിന്റെ കുടുംബം. കുടുംബത്തിന്റെ ഏക ആശ്രയമായിരുന്ന രാജേഷിന്റെ മരണത്തിൽ സർക്കാരിന്റെയും നാടിന്റെയും പൂർണ്ണ പിന്തുണ ആ കുടുംബത്തിനുണ്ടാകും എന്ന് ഇപ്പോൾ സർക്കാർ തന്നെ പ്രതികരിച്ചിരിക്കുകയാണ്. പ്രളയം നമുക്ക് മുന്നിൽ എന്തെല്ലാം പരീക്ഷണങ്ങളാണ് നടത്തുന്നത്. 2018 മുതൽ നമ്മൾ ഓരോരോ നഷ്ടത്തിന്റെ നടുവിലാണ്. ഓരോ പ്രളയവും ബാക്കി വെക്കുന്നത് എന്താണ്? നഷ്ടങ്ങൾ മാത്രമാണ്. ഓരോ കുടുംബങ്ങളുടെയും കരച്ചിലും കണ്ണീരും കണ്ട് കേരളം ഉറങ്ങുകയാണ്. 2018 എന്തെല്ലാം നഷ്ടം, തുടർന്ന് 2019 വീണ്ടും ദുരന്തം, തുടർന്ന് ഇങ്ങോട്ട് 20, 21, 22, 23, 24, 25, 26 ഓരോ വർഷങ്ങളിലും നമ്മൾ നേരിട്ടത് ഓരോരോ പ്രതിസന്ധികളാണ്. വയനാട് നടന്ന വലിയ ദുരന്തം നമ്മുടെ ഉള്ളുലച്ചു. ആ മുറിവ് ഇന്നും നമുക്ക് ഉണങ്ങിയിട്ടില്ല. ഓരോ മഴക്കാലവും നമുക്ക് ഭയമാണ് വിതച്ചുകൊണ്ടിരിക്കുന്നത്. ഓരോ നഷ്ടങ്ങൾ നമ്മൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. രാജേഷിനെ പോലെയുള്ള മനുഷ്യർ, അവർ മനുഷ്യരാണോ അതോ ദൈവതുല്യരാണോ എന്ന് നമുക്ക് തോന്നിപ്പോകും. കാരണം ഒന്ന് ഓർത്തു നോക്കുക, ആ മനുഷ്യൻ, അയാൾക്കൊരു കുടുംബമുണ്ട്, മക്കളുണ്ട്, ഭാര്യയുണ്ട്, സഹോദരങ്ങളുണ്ട്, അയാളെ സ്നേഹിക്കുന്ന നാട്ടുകാരുണ്ട്. രക്ഷാപ്രവർത്തനത്തിന് വേണ്ടി ഇറങ്ങിയപ്പോൾ അദ്ദേഹം മറ്റൊന്നിനെക്കുറിച്ചും ആലോചിച്ചില്ല. സ്വന്തം കുടുംബത്തെക്കുറിച്ച് പോലും ആലോചിച്ചില്ല. തൻ്റെ മുൻപിൽ സഹായത്തിന് വേണ്ടി കൈ നീട്ടുന്നവരെ രക്ഷിക്കുക എന്നുള്ള ഒരു ചിന്ത മാത്രമേ ആ മനുഷ്യന്റെ ഉള്ളിൽ ഉണ്ടായിരുന്നുള്ളൂ. കുടുങ്ങിക്കിടന്ന ഒരു മനുഷ്യനെ രക്ഷിക്കുന്നതിന് വേണ്ടി പുഴ നീന്തിക്കടന്ന് പോകുന്നു. തുടർന്ന് തൻ്റെ സുരക്ഷയ്ക്കുണ്ടായിരുന്ന ലൈഫ് ജാക്കറ്റ് വരെ അദ്ദേഹത്തിന് ഊരി നൽകി അദ്ദേഹത്തെ സുരക്ഷിതനാക്കുന്നു. ഒടുക്കം രാജേഷ് നമുക്കെല്ലാം കണ്ണീർ മാത്രം നൽകിക്കൊണ്ട് വിടവാങ്ങിയിരിക്കുകയാണ്. ആ കുടുംബത്തിൻ്റെ കാഴ്ച, അവിടെ വലിയ കൂട്ട നിലവിളികൾ ഉയരുമ്പോൾ മനുഷ്യരായിട്ടുള്ള ഒരാൾക്കും അത് കണ്ടു നിൽക്കാൻ കഴിയില്ല. കാരണം അത്രത്തോളം വേദനയാണ് നമുക്കുണ്ടായിക്കൊണ്ടിരിക്കുന്നത്.